എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി കോഫ്ത ഉണ്ടാക്കിയല്ലോ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു 100 ഗ്രാം പനീർ ഇതിൽ കാണുന്ന നല്ലപോലെ ഗ്രേറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ഗ്രീൻ ചില്ലി നല്ലപോലെ ചോപ്പ് ചെയ്തൊരു ഗ്രീൻ ചില്ലി ഇതിനകത്തോട് ആഡ് ചെയ്യാം. ഒരു 3 തണ്ട് കൊറിയാണ്ടർ ലീഫ്, ക്യുമിൻ ഒരു പിഞ്ച്, സോൾട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇത് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് മാഷ് ചെയ്യുക. മാഷ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സ്ട്രക്ചർ ആകുന്ന സമയത്ത് ചെറിയ ബോളുകളായിട്ട് നല്ല ഷേപ്പിൽ പിടിച്ചെടുക്കുക. അതിനുശേഷം മുകളിലൂടെ ഒരു 1/4 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് നല്ലപോലെ ഈ കോൺഫ്ലോർ കവർ ചെയ്തെടുക്കുക. അത് ബേസിക്കലി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോഫ്ത ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടാതിരിക്കാനാണ്. അതിനുശേഷം വേറൊരു പാൻ എടുത്ത് ഓയിൽ ചൂടാക്കി ഈ കോഫ്ത നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ മീഡിയം ഹീറ്റായിരിക്കണം, നല്ല ഹീറ്റും ആകരുത്, അതുപോലെ തണുത്ത ഓയിലും ആയിരിക്കരുത്. മീഡിയം ഹീറ്റുള്ള ഓയിലിൽ നല്ലപോലെ ഗോൾഡൻ കളറാകുന്ന പോലെ ഫ്രൈ ചെയ്യുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുക. വേറൊരു പാൻ എടുത്ത് അതിനകത്തോട്ട് 1 കപ്പ് വെള്ളം, 1 സവോള സ്ലൈസ് ചെയ്തത്, 3 ഗാർലിക് ക്ലോവ്സ്, 1 ഗ്രാം ജിഞ്ചർ, 3 ക്ലോവ്സ്, ക്യുമിൻ 1 ഗ്രാം, സിനമൺ ചെറിയൊരു സ്റ്റിക്ക്, ഫെനൽ അതുപോലെ 1 ഗ്രാം. ഇതെല്ലാം കൂടി നല്ലപോലെ വേവിക്കുക. വേവിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് 1 ഗ്രീൻ ചില്ലി, അതുപോലെ തന്നെ ഒരു 3 തണ്ട് കൊറിയാണ്ടർ റഫ്ലി കട്ട് ചെയ്തിട്ടുള്ള കൊറിയാണ്ടർ ആഡ് ചെയ്യുക. 1 തക്കാളിയും കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ട് നല്ലപോലെ വേവിക്കുക. കുറച്ച് വെന്തതിന് ശേഷം ഒരു 15 കാഷ്യൂനട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. സ്പ്ലിറ്റായിട്ടുള്ള കാഷ്യൂനട്ട് ആഡ് ചെയ്യുക. 1 ബോളും കൂടി വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് ഗ്രേവി പേസ്റ്റ് അടിച്ചെടുക്കുന്നതാണ്. അതിനുശേഷം വേറൊരു പാനിനകത്തോട്ട് ഓയിൽ ചൂടാക്കി 1 ഗ്രാം ക്യുമിൻ പൊട്ടിക്കുക. പൊട്ടിച്ചതിന് ശേഷം 1 ബോൾ ചോപ്പ് ഒനിയൻ ഇട്ട് നല്ലപോലെ വഴറ്റണം. വഴറ്റിയതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നല്ലപോലെ വഴറ്റുക. ഗോൾഡൻ കളറായതിനു ശേഷമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം 1 ടൊമാറ്റോ നല്ലപോലെ ഫൈൻ ചോപ്പ് ചെയ്തിട്ടുള്ള ടൊമാറ്റോ ആഡ് ചെയ്യുക. നല്ലപോലെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക. ഒരു പൊടിക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഇതെല്ലാം സോട്ടായി കിട്ടുന്നതാണ്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്യുക. നല്ലപോലെ സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് കൂടി വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തതിന് ശേഷം 1 ഗ്രാം കസൂരി മേത്തി നല്ലപോലെ പൊടിച്ച് അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. ഞാനിതിൽ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഷുഗർ ഇതിനാണ് ആഡ് ചെയ്തത്, നമ്മുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്, 1 ഗ്രാം. അതിനുശേഷം ഈ ഗ്രേവി നല്ലപോലെ കുക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഗ്രേവി പേസ്റ്റ് അടിച്ചത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഗ്രേവി ആഡ് ചെയ്തതിന് ശേഷം സ്ലോ ഫയറിൽ നല്ലപോലെ വഴറ്റിയതിന് ശേഷം 1 കപ്പ് കൂടി വെള്ളം ആഡ് ചെയ്ത് നല്ലപോലെ തിളപ്പിക്കണം. നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ഒരു 30 ml ക്രീം ആഡ് ചെയ്തിട്ട് സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക. നമ്മുടെ ഗ്രേവി നല്ല തിക്ക് കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് ഇതിനകത്തോട്ട് കോഫ്ത ഇടുക. എന്നിട്ട് 1 മിനിറ്റ് കൂടി നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം നിർത്തുന്ന സമയത്ത് ഒരു 4 ഫ്രഷ് കൊറിയാണ്ടർ നല്ല ഫൈൻ ചോപ്പ് ചെയ്ത് മുകളിലൂടെ ഇട്ടിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം വേറൊരു ഞാൻ ആക്ച്വലി ഒരു കയ്യിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. ഒരു കയ്യിലെടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ നല്ലപോലെ ചൂടാക്കുക. അതിനകത്തോട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നല്ലപോലെ ചൂടായിട്ടുള്ള ഗീയിനകത്തോട്ട് വേണം ഈ കാശ്മീരി ചില്ലി ആഡ് ചെയ്യാൻ. അതിനുശേഷം ഈ ടെമ്പറിങ് നമ്മുടെ കോഫ്തയുടെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കോഫ്തയ്ക്ക് നല്ലൊരു കളർ ബാലൻസ് ചെയ്യാൻ പറ്റും. ഈ യെല്ലോന്നൊരു ചെറുതായിട്ട് യെല്ലോ മാറി നമ്മൾക്കൊരു ഓറഞ്ചിഷ് യെല്ലോ കളറായിട്ട് കിട്ടും. പിന്നെ കാണുമ്പോൾ നല്ല ലുക്കും ഉണ്ടാവും. ഇത് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ നമ്മുടെ ഗീയുടെ നല്ല ഫ്ലേവറും ഇതിനകത്തുണ്ടാവും. ഇത് വെരി സിമ്പിൾ റെസിപ്പിയാണ്. നമ്മളെ വീട്ടിലെല്ലാം ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്നാൽ അവൻ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ്. അധികം സ്പൈസി ഇല്ലാത്തൊരു ഫുഡാണ്. മൈൽഡായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇറ്റ്സ് വെരി ഗുഡ് റെസിപ്പി. Thank you very much for watching my videos. Please try it. It's very good, very nice. Thank you very much.